തൊമ്മിച്ചെന്നെ മക്കളെന്നാ കച്ചറുണ്ടാക്കിയതുകൊണ്ട് ചേപ്പാട്ടൂർ ഒരു കുട്ടി രക്ഷപ്പെട്ടു. എന്തേ അറിഞ്ഞില്ലേ? ശിവൻകുട്ടി സാറ് നടുക്കത്തെ കുട്ടിയുടെ ആദ്യമായിട്ടുള്ള കല്യാണം തീരുമാനിച്ച് നട്ടലുള്ള ആൺകുട്ടികൾ അങ്ങനെയാ. അല്ലാതെ പ്രേമിച്ച പെണ്ണിന്റെ പേര് കണ്ട ചായക്കടയിലും ഇടവഴിയിലൊന്നും എഴുതി വെക്കലല്ല. എനിക്കിട്ട് ഊതിയാലുണ്ടല്ലോ ചവിട്ടിയാന്ന് അരിവടെ കൊണ്ട്. നീ എപ്പോന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്റെ അമ്മയും പെങ്ങളുടെ വിവരം കിട്ടി. ആ ലോറി ഡ്രൈവർ പറഞ്ഞാൽ ശരിയായിരുന്നു. എന്റെ പെങ്ങള് കന്യാസ്ത്രീയായി. ഒറീസയില. എന്റെ അമ്മച്ചിയും കൂടെയുണ്ട്. അതെയോ? ബിഷപ്പും കത്തിട്ടുണ്ട്. അവരെല്ലാം ഉടനെ വരും. ശിവൻകുട്ടി സാറിനെ കണ്ടായിരുന്നോ? പിന്നെ ശിവൻകുട്ടി സാറേ താഴെ വയലിലേക്ക് പോയി. ഞാൻ ശിവൻകുട്ടി സാറിനെ കണ്ടിട്ട് വരാം. ആ ചെറുക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്റെ കുഞ്ഞോമാച്ച, എത്ര കാലമായി ആ ചെക്കൻ പെറ്റ തള്ളെ അന്വേഷിക്കണു. താളു താളു, എന്റെ അമ്മച്ചിയും പെങ്ങളെ കണ്ടുപിടിച്ചു. ഞാൻ എന്നെ പറഞ്ഞില്ലേ? കാണട്ടെടി, ഇനി പാര് കണ്ടല്ലോ. എന്താ ഇത് നമ്മുടെ കല്യാണം അല്ലേ? ഏനങ്ക പോയിരുന്നേ. അപ്പൊ എന്ത് പറഞ്ഞു? അങ്ങ പണിയുണ്ടെന്ന് പറഞ്ഞു. എന്റെ പെങ്ങളെ മൂപ്പാ അവളെ വിളിച്ചോണ്ട് പോ. പാടിയെങ്ക പാടാ. എന്റെ താളൂന് ഇന്ന് രാത്രി അവർ തച്ചു കൊല്ലും. താൻ വിഷമിക്കാറോ, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആവുന്നത് അവന്മാരുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി, പക്ഷെ അവർ വഴങ്ങുന്നില്ല. നാളെ രാവിലെ തന്നെ അവളെ അവന്മാരുടെ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് കെട്ടിക്കും, അത് ഉറപ്പാ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ വർഗ ഗുണം. ആരെങ്കിലും പിഴപ്പിച്ചാൽ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ നല്ല രീതിയിൽ പിഴയ്ക്കാൻ സമ്മതിക്കില്ല. ശങ്കരേട്ട, ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യണമെങ്കിലും നേരെ ഒന്ന് വെളുക്കണം. ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ. നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ട. നാളെയുള്ള വേറൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ പോവാ. സാറിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം വന്നതാ. പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നാലും സാറിനെ അറിയിക്കാം. എന്റെ അമ്മച്ചിയും പെങ്ങളും വന്ന സാർ ഒരിക്കലും അവരെ തിരിച്ചയക്കരുത്. ഒരു കത്തിട്ടാ മതി. ഞാൻ ആരും അറിയാതെ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. രക്ഷപ്പെടാൻ നോക്ക്.
അത് കണ്ടില്ലേ നമ്മളിലൊരുത്തനെ കുത്തി വളർത്തിയിട്ട് അന്തസ്സായിട്ട് പെണ്ണിനെ കെട്ടിച്ചയക്കുന്നത് കണക്ക് തീർക്കാൻ പറ്റിയ അവസരം അത്. ചോരക്ക് ചോര. നിർത്തടാ. എടാ അവന്മാരെ കുത്തി മരത്തത് കൊണ്ട് പെട്ടിക്കിടക്കുന്ന നമ്മൾ ടോമി എഴുന്നേറ്റ് വരുവാടാ. എന്താ കൂടുതൽ വേദാന്തമൊന്നും വേണ്ട. എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ട തമ്പിച്ച, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാകാൻ പാടില്ല. മാറണം, അങ്ങോട്ട് മാറണം. മതി, നിർത്ത്. ഇതിന്റെ കണക്ക് ചോദിക്കാനുള്ള യോഗ്യത ഇക്കൂട്ടത്തിൽ ആർക്കാണുള്ളത്? ചെയ്ത തെറ്റ് കാലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലാതെ ഈ ചോരക്കളി കൊണ്ട് ഇരു കൂട്ടർക്ക് നഷ്ടങ്ങളെ ഉണ്ടാവൂ. കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കുക. ചെല്, നടക്ക്. ആ മുണ്ടും മാക്കുത്തി ഈ വരാന്തയിൽ അവൻ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് തോന്നുക. മരിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശിവൻകുട്ടി സാറല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ ഫിലിപ്പോസ്. പാലാരമനയിലെ ബിഷപ്പ് തിരുമേനിയുടെ ഒരു കത്ത് കിട്ടിയത് പ്രകാരം വന്നതാ. ടോമിയുടെ? അതെ, ഇത് ടോമിയുടെ അമ്മ, ഇത് പെങ്ങൾ. എന്തിയെ എന്റെ മോൻ? ഈ ജന്മം എനിക്ക് എന്റെ മോനെ കാണാമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ പ്രാർത്ഥന വിശ്വാംബരം കേട്ടു. എന്റെ മോനെ പിടിച്ചു പറിച്ചോണ്ട് പോവുകയായിരുന്നു. അവനെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഇല്ല. കർത്താവ് ഒടുവിൽ അവനെ എനിക്ക് തന്നു. എന്തിയെ എന്റെ മോൻ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വിളിപ്പിക്കാമോ? ഇല്ലെങ്കിൽ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോയിക്കോളാം. അമ്മച്ചിക്ക് മാത്രമല്ല കാണാൻ തിടുക്കം. ഒരു രൂപമില്ല മനസ്സിൽ. എനിക്കും കണ്ടൊരോർമ്മയില്ല. പറയാം, നമുക്ക് പള്ളിയിലേക്ക് പോവാം. എന്റെ മോനെ, അയ്യോ. എടാ, നിനക്ക് അമ്മച്ചിയെ കാണണ്ടേടാ. എടാ, നിന്റെ അമ്മച്ചി വന്നടാ. എന്റെ മോനെ, എന്റെ മോനെ. എടാ, അമ്മച്ചിയെ ഒന്ന് നോക്കടാ. അപ്പോട്ടാ, അങ്ങാടി പോയൊരു ജീപ്പിന് പറയണം. ഞാനിവരെ പാലക്കാട് വരെ കൊണ്ടാക്കിട്ട് വരാം. ശരി അമ്മച്ചി. അമ്മച്ചി. മോനെ.